ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഒറ്റ മിനിറ്റിൽ ഇവിടെ അന്വേഷണം പോലും പ്രഹസനമാകുന്ന കാഴ്ച തന്നെയാണോ കാണുന്നത്? അതാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത്. SIT പോലീസ് ആക്ട് പ്രകാരം പോലും അല്ല കൊണ്ടുവന്നിരിക്കുന്നത്. SIT എന്ന് പറയുന്ന ഒരു ശുദ്ധ തട്ടിപ്പാണ്. അതാണല്ലോ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചത്. എനിക്ക് റെജി ലൂക്കോസ് അടക്കമുള്ള റെജി ലൂക്കോസിനോട് എനിക്ക് ചോദ്യമില്ല, കാരണം അദ്ദേഹം CPMൻ്റെ നേരിട്ടുള്ള പ്രതിനിധിയല്ല. എനിക്കിവിടുത്തെ പ്രേക്ഷകരോട് പറയാനുള്ള പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഈ CPM ഗവൺമെൻറ് ചെയ്യുന്നത് ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ്, തട്ടിപ്പുകാരാണ് ഇവര്. അതുകൊണ്ട് SIT എടുത്ത് ഈ ആളുകളെ മുകേഷിനെ മാത്രമല്ല, ഈ പ്രകൃതി വിരുദ്ധ പീഡനം നടത്തിയ രഞ്ജിത്തിനെ അടക്കം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ SIT, സകല ആളുകളെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ SIT. ഇത്രയും കാലം ഹേമ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചവര്. ഒരൊറ്റ ചോദ്യം ഞാൻ റെജി ലൂക്കോസിനോട് ചോദിക്കുക, ഒരു ഭാര്യ വന്നിട്ട് പരസ്യമായി ഗാർഹിക പീഡനത്തെക്കുറിച്ച് ഇത്രയേറെ കരഞ്ഞുകൊണ്ട് സംസാരിച്ചാൽ ഒരു ഗാർഹിക പീഡനത്തിനെതിരായിട്ടുള്ള ഒരു കേസെടുക്കാൻ എന്തുകൊണ്ട് സർക്കാർ തയ്യാറായില്ല? തീർച്ചയായും സമയക്കുറവുള്ളത് കൊണ്ടാണ്. ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. സർക്കാർ മുകേഷിനെയും MLA സ്ഥാനത്തിനെയും എന്തിന് സംരക്ഷിക്കുന്നു എന്നുള്ള നിലപാട് തന്നെയാണ്.